ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ രേവതിയും ചെമ്മീനിൽ പോലും നാളത്തെ വിശേഷങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷം അവസാനിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ലക്ഷ്മിയും രേവതിയും ദേവുവിനും എല്ലാം ആട്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ദേവു അല്ലെങ്കിൽ ചന്ദ്രമതി രേവതിയും സച്ചിയും വീട് വിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശരത്തിന് കേസ് വലിക്കാന്നുള്ള ഒരു താക്കീതൊക്കെ കൊടുത്താണ് വിടുന്നത്. അത് കഴിഞ്ഞ് അവർ നാണം കെട്ട് പോകുന്നൊരു സിറ്റുവേഷൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് തന്നെ വക്കീൽ വരുവാണ്. വക്കീൽ വന്ന് വിളിച്ച് സംസാരിക്കണം. വക്കീൽ വന്നിട്ട് പറയുവാണ്, ചന്ദ്രമതി ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒരു കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ബാമയുടെ വീട്ടിൽ വന്ന് ബെല്ലടിച്ച് അകത്ത് കയറിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വന്ന കാര്യം നിനക്ക് മനസ്സിലായല്ലോ, ഇന്ന പോലെ ശരത്തിൻ്റെ കേസോടെ സംബന്ധിച്ചാണ്. അപ്പോൾ കേസ് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ലതല്ല, നിങ്ങളുടെ കുടുംബക്കാരും എല്ലാം പറയുമ്പോഴത്തേക്ക് കേസ് പിൻവലിക്കാനല്ല, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന് അതിന് പരിണതഫലം അവൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ആ ചെറുക്കൻ്റെ ഭാവിയല്ലേ, അവൻ്റെ പഠനമല്ല, ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇല്ല നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു മനസ്സാക്ഷിയും കാണിക്കുന്നില്ല. അതായത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇച്ചിരി മനസ്സാക്ഷി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഗുണമുണ്ടാകത്തില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കോടതി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കോടതി പറയുക അവനെ ട്രിഗർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ താക്കി ചെയ്തിട്ട് ഈ കേസ് വാലിഡ് അല്ല എന്ന് പറഞ്ഞ് കേസ് തള്ളിപ്പോത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി തള്ളിപ്പോയൊരു വിഷയമില്ല, ഞാൻ കേസിൽ നിന്ന് പിന്മാറത്തില്ലെന്ന് പറയുക. അപ്പോൾ അത് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ നിങ്ങൾ കേസിൽ നിന്ന് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പരിപാടി കിട്ടിയാലോ എന്ന് ചോദിക്കും. എനിക്ക് ഗുണം ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് ക്യാഷ് തരാമെന്ന് പറയും. ക്യാഷാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഒരു 50,000 രൂപ. 50,000 രൂപയ്ക്കൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയാം. അപ്പം ഒരു 1,00,000 രൂപ. 1,00,000 നടക്കത്തില്ല സാറേ എന്ന് പറയുമ്പോൾ, അപ്പോൾ എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 2,00,000 രൂപയാണെന്ന് പറയാം. അവ എന്നാൽ 2,00,000 ഫൈനൽ, എന്നിട്ട് 2,00,000 എന്ന് പറയുമ്പോൾ ശരി 2,00,000 എന്ന് പറയുമ്പോഴത്തേക്ക് 2,00,000 തരാമെന്ന് പറയുമ്പോൾ അവിടുത്തെ ചന്ദ്രമതി ഓർക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇത്തിരി കൂടി കൂടുതൽ വെച്ചാൽ മതി എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ അകത്ത് കയറി ക്യാഷൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം വക്കീൽ പറയാണ്, അപ്പം നിങ്ങൾ കേസ് പിൻവലിക്കണം, അപ്പം ഇപ്പം തന്നെ സൈൻ ചെയ്ത് തരണമെന്ന് ചോദിക്കും. അപ്പം ഇപ്പോഴെല്ലാം സ്റ്റേഷൻ വന്ന് ചെയ്താൽ മതി, അപ്പം നിങ്ങൾ ക്യാഷ് തന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാല് വാരത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊന്നും വേണ്ട, ഞങ്ങൾ ഇന്നാ പിടിച്ചോ. അങ്ങനെ പിന്നെ ചന്ദ്രമതിയും മാമയും ചേർന്ന് അകത്തോട്ട് പോയിട്ട് ക്യാഷ് ചന്ദ്രമതി പറയും, ഈ ക്യാഷ് എടുത്ത് അകത്ത് വെച്ചേക്കെന്ന് പറയുമ്പോഴത്തേക്ക്, നിന്നെ സമ്മതിക്കണം, നീ ഇപ്പോൾ ഈ ക്യാഷ് എടുത്തത് ഇങ്ങനെ എടുത്തത് ഭയങ്കര ആയിപ്പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രയോജനം. ഇപ്പോൾ കണ്ട അവൻ ശരത്ത് മുഖേന 2,00,000 രൂപ നമുക്ക് വന്നില്ല ചോദിച്ചപ്പോഴത്തേക്കും ബാമ പറയാം, ശരത്ത് മുഖേനല്ല, നിൻ്റെ മരുമോള് രേവതി മുഖേന എന്താ അവളാടി നിൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയാം, നീ കൂടുതലൊന്നും പറയണ്ട, നീ കാശകത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് എടുത്തകത്ത് അലമാരിക്കകത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ക്യാഷ് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്ന നമ്മളെ ചന്ദ്രോദയത്താണ്. രവീന്ദ്രൻ ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം താൻ പറഞ്ഞിട്ട് പോലും ചന്ദ്രമതി കേട്ടില്ലോ എന്നുള്ള രീതിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് സച്ചി ഓടി വന്നിട്ട് പറയാം, അച്ഛാ ബാ നമുക്ക് കഴിക്കാമെന്ന് പറയും. അച്ഛൻ ഇല്ല നീ കഴിച്ചോന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല അച്ഛൻ ബാ കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല കഴിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതിയും പറയും, അച്ഛൻ വിഷമിച്ചിരിക്കേണ്ട, എല്ലാം നേരെയാകും എന്നൊക്കെ നമ്മൾ വക്കീൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് വക്കീൽ വിളിക്കുകയാണ്. സച്ചി പറയും, എന്താ സാറെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, സച്ചി ശരത്തിനെ വെറുതെ വിടുക കേട്ടോ, കാരണം കേസ് ചന്ദ്രമതി പിൻവലിച്ചിട്ടുണ്ടെന്ന്. ആണോ, സന്തോഷം, അടിപൊളിയാന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. സച്ചി രേവതിയോടും രവീന്ദ്രനോടൊക്കെ പറയുന്നുണ്ട്, അച്ഛാ കേസ് പിൻവലിച്ചിട്ടുണ്ട്, അമ്മ കേസ് പിൻവലിച്ചിട്ടുണ്ട്, അതായതെന്നൊക്കെ പറയാം. പക്ഷേ ഒരു കാര്യമുണ്ടെന്ന് ചന്ദ്രമതി പോലീസിനോട് വക്കീലിനോട് പറയുന്നുണ്ട്, ഈ ക്യാഷ് തന്നിട്ട് ഞാൻ പിൻവലിച്ചതെന്ന് ഒരിക്കലും അറിയരുത് എന്നുള്ള രീതി പറഞ്ഞു, ആരും അറിയത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം 5,00,000 രൂപ കേസിന് വേണ്ടി ചിലവായെന്നേ കണക്കാക്കുന്നുള്ളൂ. ചന്ദ്രമതിക്ക് 2,00,000 രൂപ മേടിച്ചെന്ന് ആരും അറിയത്തുമില്ല. അപ്പം പക്ഷേ എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി വെറുതെ കേസ് പിൻവലിച്ചായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് ഉടനെ വക്കീൽ പറയുന്നുണ്ട്, എന്താണ് സാറേ വക്കീൽ പറയുന്നുണ്ട്, എന്താണെങ്കിലും സച്ചി ഞാനൊരു കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞ് പിൻവലിപ്പിച്ചിരിക്കും. ഞാൻ ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുമെന്ന് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, സാർ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ വർഷയും ശ്രീകാന്ത കോടിയിലാണ്, എന്താ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എടാ കേസ് പിൻവലിച്ചു, അമ്മ കേസ് പിൻവലിച്ചു, വളരെ സന്തോഷമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല, ടൈം ഹീൽസ് എവരിത്തിങ് എന്ന് പറയത്തില്ല, അതായത് സമയം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നേരെയാകും, സമയത്തിൻ്റെതായിട്ടുള്ള ഓരോ നടക്കാൻ്റെതായിട്ടുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആശ്വസിക്കും. ഉടനെ
ശ്രുതി അവിടെ അങ്ങോട്ട് വരുന്നത്, എന്താ നീയൊക്കെ എന്തിനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എടാ ശരത്തിൻ്റെ കേസ് പിൻവലിച്ചു, അമ്മ പിൻവലിച്ചിട്ട്, അമ്മ പിൻവലിച്ചോ, അത് നടക്കത്തില്ല, അതങ്ങനെ പിൻവലിക്കുമെന്നാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് പിൻവലിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയാം. അതൊക്കെ നിനക്കെന്നെ കുഴപ്പം, അമ്മ പിൻവലിക്കുന്നത് നിനക്കെന്നെ കുഴപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതൊന്നല്ല, അമ്മ പിൻവലിക്കത്തില്ല, ഇപ്പോൾ എത്ര ഞങ്ങൾ നേരത്തെ പോയി കണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് ശ്രുതിയും ചോദിക്കുന്നുണ്ട്, അമ്മ പിൻവലിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, പിൻവലിക്കാൻ ചാൻസ് ഇല്ലല്ലോ, പിന്നെ എന്ത് പറ്റി അമ്മയ്ക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിക്ക് അതെന്നെ ശ്രുതി, അമ്മ കേസ് പിൻവലിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുണ്ട് കേസ് പിൻവലിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ആ ഒരു തീരുമാനം, ആ ഒരു നിലപാട് അമ്മ എങ്ങനെ പെട്ടെന്ന് മാറ്റി? കാരണം ഞാനും ഇവിടെ അച്ഛനൊക്കെ പോയി മാറണം, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അമ്മ ഇപ്പം എന്തുകൊണ്ട് മാറി എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളത്, അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നാലും കേസ് പിൻവലിച്ചുള്ള സന്തോഷത്തിൽ ലക്ഷ്മീനെയും ദേവുനെയും വിളിച്ച് പറയുന്നുണ്ട്. ഉടനെ അതിനു മുമ്പേ തന്നെ സച്ചിയും ശ്രീകാന്തെല്ലാം പറയുന്നുണ്ട്, അച്ഛൻ പോയി വിളിക്കണം, അമ്മേനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ഞാനായിട്ട് വിളിക്കാൻ പോകത്തില്ല, കാരണം ഞാനായിട്ടല്ല അവളെ ഇറക്കി വിട്ടത്, ഉടനെ ഞാനായിട്ട് പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല അച്ഛൻ തന്നെ പോകണം, അച്ഛനാണ് ചെയ്യേണ്ടത്, കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ വിളിക്കാൻ വന്നില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര വിഷമം ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാം, എടാ ഞാനിപ്പോൾ വിളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പിന്നെയും നാളെ ചെറിയ പിണക്കങ്ങൾക്കൊക്കെ അല്ല അവൾ പിന്നെയും ഒരുപാട് അകൽച്ച കാണിച്ചിട്ട് പിന്നെയും എപ്പോഴും ഇറങ്ങിപ്പോകാനുള്ളൊരു ചാൻസ്, അപ്പം നമ്മൾ പോയി വിളിക്കുമല്ലോ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അവളിറങ്ങിപ്പോയി അവൾ തന്നെ തിരിച്ച് കയറി വരട്ടെ, അല്ലാതെ നമ്മളായിട്ട് ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് അവൾ പിന്നെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകത്തുള്ളൂ എന്ന് പറയുന്നത്. അല്ല അച്ഛൻ്റെ ദേഷ്യമെല്ലാം മാറ്റി വയ്ക്കുക, ഇപ്പോൾ കേസ് പിൻവലിച്ചല്ലോ അതായെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇല്ല ഞാനായിട്ട് പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയാം, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ചാടി ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് സച്ചി ഓടി വന്ന് പറയും, നീ മര്യാദയ്ക്കിരുന്നോണം, നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ വിളിക്കാൻ ചെന്നില്ലെന്ന് പറഞ്ഞ് അമ്മ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുക, അമ്മ വരാണ്ടിരിക്കും, നീ പോകണ്ട, അച്ഛൻ തന്നെ പൊക്കോളും എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയാം. അച്ഛനോട് പിന്നെ ശ്രീകാന്ത് സച്ചി കൊണ്ട് ചേർന്ന് പറയാം, അച്ഛൻ തന്നെ പോയി വിളിച്ചോണ്ട്, അച്ഛൻ വിളിച്ചാൽ അമ്മ വരത്തുള്ളൂ, നിങ്ങൾ രണ്ടും എത്രയെന്ന് പറഞ്ഞാലും അച്ഛന് വിഷമമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എനിക്കെന്നാ വിഷമം എന്ന് പറയുമ്പോഴത്തേക്ക്, അച്ഛനും അമ്മയും എത്ര വഴക്കിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കത്തില്ല, മിണ്ടാതിരിക്കത്തില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അച്ഛൻ അടവൊന്നും എടുക്കണ്ട, അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോഴത്തേക്ക്, എടാ ഞാനതൊന്നും അല്ലേ ഉദ്ദേശിക്കുന്നത്, അവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവൾ പറയുന്നതെല്ലാം ആ പിടിവാശിക്കനുസരിച്ച് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നെ അതിനനുസരിച്ച് നീങ്ങത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുക, ഇല്ല അച്ഛൻ വിളിച്ച് കഴിഞ്ഞാൽ അമ്മ വരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത് കാണിക്കുന്നത് ദേവുവിനെയൊക്കെയാണ്. ദേവുവിൻ്റെ അടുത്ത് അത് സച്ചിയും രേവതിയും അങ്ങോട്ട് ചെല്ലുകയാണ്. ദേവിൻ്റെ അടുത്തേക്ക് ചെയ്യുന്നത് ലക്ഷ്മി, എന്നിട്ട് ദേവ് ഓടി വന്നിട്ട് ലക്ഷ്മിയോട് പറയാണ്, അമ്മേ അതേണ്ട സച്ചിയേട്ടൻ്റെ രേവതിയേച്ചിയും വരുന്നുണ്ട്, ശരത്തിനെ വെറുതെ വിട്ടു കേട്ടോ, ശരത്തിനെ വെറുതെ വിട്ട് നല്ല ശരത്തിൻ്റെ കേസിനെ മാറി അതേന്നൊക്കെ പറയണം. ആണോ, അയ്യോ അപ്പോൾ ഓടിപ്പോയിട്ട് ലക്ഷ്മി ഓടി ചെന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടുന്നത്, ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അത്ര രീതിയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു, കാരണം ചേട്ടൻ തന്നെ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, എൻ്റെ മോനെ രക്ഷപ്പെടുത്തി, എൻ്റെ മോൻ തന്നെ തിരിച്ചു വരികയാണെന്നൊക്കെ പറയും. ഉടനെ എന്നെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരഞ്ഞ് പ്രാർത്ഥിക്കും. ഉടനെ സച്ചിയും രേവതിയും ശരത്തും കൂടെ അകത്തോട്ട് വരിക. സച്ചിൻ രേവതി അകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരത്തിനെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ ശരത്തിനെ കാണുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് വളരെ സന്തോഷം, എൻ്റെ മോനെ നിന്നെ തിരിച്ച് കിട്ടിയല്ലോടാ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പം ശരത്ത് പറയാം, അമ്മേ എന്നോട് ക്ഷമിക്കണേ, ഇനി ഇങ്ങനൊരു തെറ്റ് സംഭവിക്കത്തില്ല, ഞാൻ ഇന്ന് നോക്കിയിരുന്നോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്കും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്ക് രേവതി പറയാം, എടാ ശരത്തെ, നിൻ്റെ സച്ചിയേട്ടൻ്റെ സ്നേഹം നീ മനസ്സിലാക്കണം, അതായത് സച്ചിയേട്ടൻ ആ ഫുള്ള് കുടുംബത്തെ എതിർത്ത് നിന്നാണ്, അതോടെ ആരും സപ്പോർട്ട് ചെയ്തത്, വർഷയോ ശ്രീകാന്തോ അച്ഛനോ ശ്രുതിയോ ആരും നിന്നിട്ടില്ല, എല്ലാവരും നിനക്കെതിരെ നിന്നത്, പക്ഷേ അവിടെയും അവരെ എല്ലാവരും വെല്ലുവിളിച്ച് നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാടാ നിൻ്റെ സച്ചിയേട്ടൻ, അത്ര ഭയങ്കര സ്നേഹമാണ്, അപ്പന് തുല്യ, നീ അങ്ങനെ പുള്ളി ബഹുമാനിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയുടെ ഓടി വന്നിട്ട് സച്ചിയുടെ കാല് പിടിച്ചിട്ട്, സച്ചിയേട്ടാ
എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയി, ഞാൻ കാരണം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വേദനകൾക്കൊക്കെ ക്ഷമ വഹിക്കുക. നീ എന്തിനാണ് നീ എല്ലാവരും എപ്പോഴും കാലേ വീഴുന്നത്, എപ്പോഴും എന്തിനു കാലേ വീഴുന്നത്? എടാ, നീ ചെയ്ത തെറ്റി പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ തന്നെ നീ വലുതാണ്, ദൈവതുല്യമാണ്. നീ ഇനി അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് ജീവിച്ചാൽ മാത്രം മതി. അല്ലാതെ നീ ആരുടെ മുമ്പേ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്ന നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പേ അല്ലാതെ വേറെ ആരുടെ മുമ്പേയും നീ കാലേ വീഴരുത്. കാരണം നീ അഭിമാനത്തോടെ നീ ജീവിക്കണം എന്ന് പറയുന്നത്. എന്താ സച്ചിയേട്ടാ ഞാൻ ചെയ്തു തരണമെന്ന് പറയാം. നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്ത് എൻ്റെ കാലിലൊന്നും വീഴുന്നില്ല. വേണ്ട, നിൻ്റെ ചേച്ചിയെ കണ്ടോ? ചേച്ചി കഷ്ടപ്പെട്ട് പഠിച്ചു, പക്ഷെ അവളുടെ പഠിത്തം നഷ്ടപ്പെട്ട അന്ന് മുതൽ അവൾ ഈ പൂ വിറ്റും അല്ലാതെ അവിടെ ഇവിടെ എല്ലാം പണി ചെയ്തിട്ട് ആൾ നിങ്ങൾ ഇത്രയും പോറ്റി പുലർത്തിയില്ലേ? അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നീ ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നീ ഒറ്റ കാര്യം ചെയ്തു തന്നത്, നിൻ്റെ പഠനത്തിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നന്നായിട്ട് പഠിച്ച് സത്യസന്ധതയോടെ ജീവിച്ച്, കാരണം സത്യസന്ധമായിട്ടുള്ള ജോലി നോക്കി ജീവിക്കാൻ നോക്കണം. അപ്പം ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് മാത്രം കണ്ടാൽ മതി ജീവിതത്തിൽ. നമ്മൾ നന്നാകാൻ വേണ്ടി. കാരണം അല്ല, നമ്മൾ പിന്നീടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമുക്കത് തിരിച്ചറിവിലേക്കോ അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും കാണത്തില്ല. ഞാനോ നിൻ്റെ ചേച്ചിയോ ആരും ചിലപ്പം രക്ഷപ്പെടുത്താൻ കാണത്തില്ല. പക്ഷേ ഇപ്പം നിനക്ക് രക്ഷപ്പെടാനും നിനക്ക് മാറാനുള്ളൊരു അവസരം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ആ തിരിച്ചറിവ് ഉണ്ടായല്ലോ. നീ ഇപ്പം അമ്മയുടെ കാലം, എൻ്റെ കാലയിലും നിൻ്റെ പെങ്ങന്മാരുടെ കാലം എല്ലാം വീഴാനിടയാലോ. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം വീഴാൻ വേണ്ടിയല്ല പറഞ്ഞത്, പക്ഷെ നിനക്ക് പശ്ചാത്തപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഇനിയുള്ള ദിവസങ്ങൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന, നീ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയേട്ടാ എല്ലാം കൊണ്ട് നല്ല രീതിയിൽ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. പിന്നെ അടുത്ത കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയും മീരേനാണ്. രണ്ടുപേർക്കും ഭയങ്കര കൺഫ്യൂഷൻ. ഇതെങ്ങനെ സംഭവിച്ചു ഒരു പിടുത്തമില്ല. കാരണം ആൻറ്റി അങ്ങനെ മാറത്തില്ലല്ലോ, പിന്നെ എന്താ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീര പറയാം എന്തെങ്കിലും കുഴപ്പമില്ല, കാരണം അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് ചിലപ്പോൾ ഒന്നും, കാരണം എല്ലാവരും കാലൊക്കെ പിടിച്ചിട്ട് അച്ഛനും ശ്രുതിയും സച്ചിയെല്ലാം പോയി, സച്ചിൻ രേവതി എല്ലാം പോയി കാലെ പിടിച്ച് സംസാരിച്ചതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ പിന്മാറിയതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ വഴിയില്ല മീരെ. അമ്മയ്ക്ക് ഒരു നേട്ടമില്ലാത്തൊരു കാര്യത്തിൽ അമ്മ ഇറങ്ങിത്തിരിക്കത്തില്ല. എനിക്ക് നന്നായിട്ട് ആൻറ്റിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ആൻറ്റി അങ്ങനെ ചെയ്യത്തില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അതിനാൽ വ്യൂവേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ട്, അതായത് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നാളത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.